കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ കേരളത്തിൽ ദുർമന്ത്രവാദം നടക്കുന്നതായുള്ള ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. കേരളത്തിലെ ക്ഷേത്രത്തിൽ തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ലക്ഷ്യമിട്ടാണ് ഇത് നടന്നത്. കർണാടകയിൽ നിന്നുള്ളവരാണ് ഇതിന് പിന്നിലെന്നും ശിവകുമാർ പറയുന്നു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കാനായി ചിലർ ദുർമന്ത്രവാദം നടത്തുന്നതായി ആരോപിച്ച് ഇന്നലെയാണ് ഡി.കെ. ശിവകുമാർ രംഗത്തെത്തിയത്. സർക്കാർ നിലംപൊത്താനുള്ള കരുനീക്കങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കൾ ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിച്ചതായി ശിവകുമാർ പറഞ്ഞു. കേരളത്തിലെ ക്ഷേത്രത്തിൽ തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ലക്ഷ്യമിട്ടാണ് ഇത് നടന്നത്. കർണാടകയിൽ നിന്നുള്ളവരാണ് ഇതിനു പിന്നിലെന്നും ശിവകുമാർ കൂട്ടിച്ചേർത്തു. പൂജ നടത്തിയതാരാണെന്നറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ ശിവകുമാർ തയ്യാറായിട്ടില്ല. പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും ശിവകുമാർ പരാമർശിക്കുന്ന ശത്രുക്കൾ BJP തന്നെയാണെന്നത് വ്യക്തമാണ്. അഘോരി സന്യാസിമാരുൾപ്പെടെയുള്ളവരാണ് ദുർമന്ത്രവാദ കർമ്മങ്ങളിൽ പങ്കെടുത്തത്. 42 ആടുകളെയും 3 കന്നുകാലികളെയും 5 പന്നികളെയും യാഗത്തിനു ശേഷം ബലി നൽകിയാണ് കർമ്മങ്ങൾ അവസാനിച്ചത്. രാജകണ്ടക മരണമോഹന സ്തംഭന യാഗങ്ങളാണ് സർക്കാരിനെതിരെ നടത്തിയതെന്നും ശിവകുമാർ ആരോപിച്ചു. പൂജകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ശിവകുമാർ അവകാശപ്പെട്ടു. പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ശിവകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.